വേനൽക്കാലം തുടങ്ങിയിരുന്നു. മിട്ടു ഒരു മരത്തിന്റെ നിഴലിൽ ഇരുന്നു. അപ്പോൾ മിട്ടുവിന്റെ അടുത്തായി ഒരു കുരുവി വന്ന് താഴെ വീണു. അതിന്റെ ചിറകിൽ പരിക്കേറ്റിരുന്നു. നീ എവിടെയാ ചിന്മുൻ? ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നിന്നെ ഞാൻ ഉറപ്പായും വേട്ടയാടും. അങ്ങനെ പറഞ്ഞ് ആ പരുന്ത് അവിടെ നിന്നും പോയി. അയ്യോ, നിനക്ക് എങ്ങനാ പരിക്കേറ്റത്? ആ പരുന്താ എന്നെ ഇങ്ങനെ ആക്കിയത്. അതിവിടെ നിന്നും പോയി. നിന്റെ പേരെന്താണ്? എന്റെ പേര് ചുൻമുൻ. നല്ല ഭംഗിയുള്ള പേര്. നീ എന്റെ കൂടെ വാ. നിനക്ക് ഭേദമാകുന്നത് വരെ എന്നോടും അമ്മയോടുമൊപ്പം നിനക്ക് താമസിക്കാം. സത്യമായിട്ടും? ആ, ഞാനും എന്റെ അമ്മയും നിന്നെ നന്നായി നോക്കാം. ചിന്മുൻ വളരെ സന്തോഷത്തോടെ മിട്ടുവിന്റെ കൂടെ ഗുഹയിലേക്ക് പോയി. അവിടെ മിട്ടുവിന്റെ അമ്മ മൈന ഒരു ചുമന്ന കല്ലിന്റെ മുൻപിലിരുന്നു. അത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അയ്യോ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ പേരെന്താ? ശരി, നിനക്ക് എങ്ങനെ പരിക്കേറ്റു? എന്റെ പേര് ചുൻമുൻ. ഗോൾഡി എന്ന പേരുള്ള ഒരു പരുന്തെന്നെ ഓടിച്ചു കൊണ്ടുവന്നു. ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാണ് നിങ്ങളുടെ കാട്ടിലെത്തിയത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുമ്പോഴാണ് എനിക്കും ഇതുപോലെ പരിക്കേറ്റത്. ശരി ശരി, പോട്ടെ. നിനക്ക് ഭേദമാകുന്നത് വരെ നിനക്ക് ഞങ്ങളുടെ കൂടെ ഈ ഗുഹയിൽ താമസിക്കാം. ഇത് കേട്ട് മിട്ടു ഒരുപാട് സന്തോഷിച്ചു. അന്നു മുതൽ ചുൻമുൻ അവരുടെ കൂടെ ഗുഹയിൽ താമസിച്ചു. മിട്ടു, എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എല്ലാ പക്ഷികളെയും പോലെ എന്തുകൊണ്ട് കൂട് കെട്ടി താമസിക്കുന്നില്ല? അതുമാത്രമല്ല, അമ്മയുടെ മുൻപിലില്ലേ ഒരു കല്ല്? അത് ദിവസം തോറും എങ്ങനാ നിറം മാറുന്നത്? ഇതൊരു രഹസ്യമാണ്. എന്നാൽ നീ എന്റെ ചങ്ങാതിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം. സത്യത്തിൽ അതൊരു മാന്ത്രിക കല്ല. കുറെ നാളുകൾക്ക് മുൻപ് ഒരു ദേവത ഞങ്ങളുടെ കാട്ടിൽ വന്നു. ആ ദേവതയ്ക്ക് തീരെ വയ്യായിരുന്നു. അവരെ ഭേദമാക്കണമെങ്കിൽ കാട്ടിലെ നീല നിറത്തിലുള്ള പൂക്കൾ അതിന് വേണം. കാട്ടിലുള്ള ഞങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ആ ദേവതയ്ക്ക് ആ നീലപ്പൂക്കൾ കഴിക്കാൻ കൊടുത്തു. ദിവസത്തിനുള്ളിൽ അവർക്ക് ഭേദമായി. അവർ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കല്ല് തന്നത്. വേനൽക്കാലത്തിൽ ഈ കല്ലിന്റെ നിറം ദിവസവും മാറുമെന്ന് പറഞ്ഞു. ആ കല്ല് പച്ച നിറത്തിലേക്ക് മാറിയ ഉടനെ നമ്മുടെ കുളത്തിനടുത്തൊരു പാറയില്ലേ, ആ പാറയുടെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കണം. അതിനുശേഷം സൂര്യരശ്മികൾ ഇതിൽ കൊണ്ടവുടനെ അതിന്റെ നിറം ഒരുപാട് കുറഞ്ഞു പോകും. അപ്പോൾ ഞങ്ങളുടെ കാട് വേനൽക്കാലത്തും തണുക്കും. അയ്യോ, ഇത് അത്ഭുതമുള്ള കല്ല് തന്നെയാ. ഇത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ ഗുഹയിൽ താമസിക്കുന്നത്. ഒരുപക്ഷെ ഈ കല്ല് ഏതെങ്കിലും മൃഗം കഴിച്ചാൽ അത് വളരെ ശക്തിശാലിയായി മാറും. എന്നാൽ ഇത് ഞങ്ങൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ ആരെങ്കിലും പാറയുടെ മുകളിൽ വയ്ക്കുമ്പോൾ കൊണ്ടുപോയാൽ? നമ്മളിത് ഒരിക്കൽ കൊണ്ട് പാറയുടെ മുകളിൽ വെച്ചാൽ പിന്നെ അത് നിരന്തരമായി അവിടെ തന്നെ ഇരിക്കും. അത് ആർക്കും എടുക്കാൻ പറ്റില്ല. ഇത് നല്ല കാര്യമാ. ഇന്നു മുതൽ ഞാനും അത് സംരക്ഷിക്കാം. ഇപ്പോൾ കല്ലിന്റെ നിറം മാറാൻ തുടങ്ങി 9 ദിവസമായി. അന്ന് രാത്രി മിട്ടുവും മൈനയും ചുൻമുന്നും എല്ലാവരും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ മൈനയും മിട്ടുവും എഴുന്നേറ്റ് നോക്കിയപ്പോൾ കല്ലും കാണാനില്ല, ചുൻമുന്നിനെയും കാണാനില്ല. അപ്പോൾ സിംഹരാജാവ് മൃഗങ്ങളുമായി ഗുഹയിലേക്ക് വന്നു. ഇന്ന് 10ാമത്തെ ദിവസമാ. ആ കല്ല് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. എവിടെയുണ്ട് ആ കല്ല്? അത് കേട്ട് മിട്ടുവും മൈനയും അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. വെളിയിൽ നിന്നും വന്ന് ആ പക്ഷിയെ നിങ്ങൾ എങ്ങനെയാ വിശ്വസിച്ചത്? ഇല്ല, ഞാനിത് എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്താം. കാരണം ചുൻമുൻ മോഷ്ടിക്കില്ല. ആ ഗോൾഡി പരുന്താ ചുൻമുനെയും കല്ലിനെയും രണ്ടിനെയും കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞ് മിട്ടു അവിടെ നിന്നും പുറപ്പെട്ടു. നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് കാടിന്റെ കാലാവസ്ഥയും മാറി. ഇലകളെല്ലാം വാടാൻ തുടങ്ങി. നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് മൃഗങ്ങൾക്കെല്ലാം അസുഖം വന്നു. മിട്ടു പറന്ന് പറന്ന് ഒരു സ്ഥലത്തിൽ പോയിരുന്നു. അവിടെ ഗോൾഡിയും ചുൻമുന്നും നിൽപ്പുണ്ടായിരുന്നു. നടുക്ക് ആ കല്ലും. ചുൻമുൻ, നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നു. ചുൻമുൻ, എനിക്ക് തോന്നുന്നത് നിന്നെ രക്ഷിക്കാനാണ് ഇവിടെ വന്നതെന്ന് ഇവൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമെന്നാണ്. മിട്ടു, ഞാനും ഗോൾഡിയും ശത്രുക്കളല്ല. ഞാനെന്ന് നടന്നതും പറഞ്ഞതും എല്ലാം വെറും ഡ്രാമയായിരുന്നു. എനിക്ക് വയ്യ എന്ന രീതിയിൽ നിങ്ങളുടെ ഗുഹയിൽ കയറേണ്ടതായി വന്നു. എന്നാലല്ലേ കല്ല് മോഷ്ടിച്ച് ഗോൾഡിക്ക് കൊടുക്കാൻ പറ്റൂ.
അപ്പോൾ സിംഹരാജാവ് പറഞ്ഞത് സത്യമാണല്ലേ? നീ ഒരു ദ്രോഹിയാ. നിന്നെ വിശ്വസിച്ച് എനിക്ക് എന്റെ കല്ല് നഷ്ടമായി. നിങ്ങളുടെ ഡ്രാമ കൂടി. അപ്പോൾ ഗോൾഡിപ്പരുന്ത് കൊത്തി കൊത്തി മിട്ടുവിനെ ആക്രമിച്ചു. അതിനുശേഷം ഒരു കയറിട്ട് കെട്ടി. പിന്നെ അത് കല്ലിന് നേരെ നടക്കാൻ തുടങ്ങി. ചുൻമുൻ അവനെ തടയേ. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും വേനൽ കൊണ്ട് കഷ്ടപ്പെടുന്നു. ഞാൻ ഈ കല്ല് കൊണ്ടുപോയില്ലെങ്കിൽ അവരെല്ലാവരും മരിച്ചു പോകും. ഇനി എന്നേക്കാൾ ശക്തിശാലി വേറെ ആരും തന്നെ കാണില്ല. ഈ കല്ല് ഞാൻ എടുത്തിട്ട് വളരെ ശക്തിശാലിയായി ഞാൻ മാറാൻ പോകുന്നു. ഗോൾഡി ആ കല്ല് അതിന്റെ ചുണ്ടുകൊണ്ട് വായിലെടുത്ത് പിന്നെ അത് വിഴുങ്ങുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം അതിന്റെ ചിരിയും നിന്നു. ശ്വാസം വിടാൻ പറ്റാതെയായി. എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഗോൾഡി, ഏത് കല്ലാണോ മാന്ത്രിക കല്ലെന്ന് വിഴുങ്ങിയത് അത് സാധാരണ കല്ല. അത് കേട്ട് മിട്ടു ആശ്ചര്യത്തോടെ ചുൻമുന്നിനെ നോക്കി. നീ പറഞ്ഞതുകൊണ്ട് കല്ല് മോഷ്ടിച്ചത് സത്യമാണ്. എന്നാൽ പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, ഇത്രയും ദിവസം എന്നെ നന്നായി നോക്കിയേ ആ പക്ഷികൾക്ക് ദ്രോഹം ചെയ്യാൻ എന്റെ മനസ്സ് സമ്മതിച്ചതേയില്ല. ഞാൻ ആ കല്ല് പോലെ സാധാരണ കല്ല് കണ്ടെത്തി അതാ നിനക്ക് തന്നത്. അത് കേട്ടതും ഗോൾഡിക്ക് ദേഷ്യം കണക്കില്ലാതെയായി. എന്നാൽ അതിന്റെ തൊണ്ടയിൽ ഇപ്പോൾ ഒരു കല്ലുണ്ട്. പാവം, അത് വേദനയിൽ പിടഞ്ഞു. കുറച്ചുനേരം നിലവിളിച്ച് കരഞ്ഞതിനു ശേഷം ഗോൾഡി അവിടെ തന്നെ ജീവൻ വെടിഞ്ഞു. അതിനുശേഷം ചുൻമുൻ മിട്ടുവിനെ കെട്ടിയിരുന്ന കയറഴിച്ചു. മറുവശത്ത് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കുളത്തിന്റെ അടുത്തേക്ക് എത്തി. കുളത്തിലെ വെള്ളത്തിനും ഇപ്പോൾ ചൂടായിരുന്നു. എല്ലാ മൃഗങ്ങളും തളർന്ന് അവിടെ തന്നെ വീണു. അപ്പോൾ എല്ലാ മൃഗങ്ങളും മിട്ടുവും ചുൻമുന്നും വരുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം മിട്ടു ആ കല്ലുകൊണ്ടുപോയി ആ പാറയിൽ വച്ചു. കല്ലവിടെ വച്ചതും സൂര്യന്റെ രശ്മികൾ അതിൽ വീഴാൻ തുടങ്ങി. സൂര്യന്റെ പ്രകാശം ആ കല്ലിൽ പെട്ട ഉടനെ പെട്ടെന്ന് അവിടെയുള്ള കാലാവസ്ഥ മാറാനും തുടങ്ങി. ഇപ്പോൾ ആ സ്ഥലം എല്ലാവർക്കും വളരെ തണുപ്പുള്ളതായി തോന്നി. ചുൻമുൻ കാരണമാ നമുക്ക് ഈ കല്ല് വീണ്ടും കിട്ടിയത്. അല്ലെങ്കിൽ ഗോൾഡി ഇത് വിഴുങ്ങി നമ്മളെ എല്ലാവരും അടിമയാക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് മിട്ടു മൃഗങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാവരും ചുൻമുന്നിനെ പുകഴ്ത്തി. അങ്ങനെ അന്നു മുതൽ ചുൻമുൻ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു. നല്ല വെയിലുള്ളപ്പോൾ പോലും അവിടത്തെ കാലാവസ്ഥ മാത്രം നല്ല തണുപ്പായിരുന്നു.